ഹലോ, അപ്പോൾ നമ്മൾ വയനാട് ടൗൺഷിപ്പിലേക്ക് പോവാണ്. ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയാണ് വയനാട് എത്തിയത്. പിന്നെ ഒരു സ്ഥലവും കൂടെ കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എന്നൂരും കൂടെ പോയത്. എൻ്റെ മുന്നത്തെ വ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വയനാട് ടൗൺഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. കൽപ്പറ്റയിൽ നിന്ന് ലെഫ്റ്റും റൈറ്റും രണ്ട് സൈഡിൽ കൂടെയും ഈ സ്ഥലത്തേക്ക് എത്താവേ. ഓൾറെഡി എല്ലാവരും ഇപ്പം ന്യൂസിൽ കൂടെയും അല്ലാതെ വ്ലോഗുകൾ വഴിയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ ഈ ജില്ലക്കാരല്ലാത്തവർക്ക് ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഞങ്ങളും എത്തിയത്. സാധാരണ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഫ്രണ്ട്സുമായിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ പോകുന്നതാണല്ലോ. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഉള്ള മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. സന്തോഷമുണ്ട്, ഒപ്പം തന്നെ സങ്കടവും ഉണ്ടാവും. ആദ്യം ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്ന വീട്ടിലേക്ക് തന്നെയാണ് കയറിയത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കയറാൻ വേണ്ടി 3-4 വീടുകൾ അവിടെ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വീടാണിത്. കയറി വരുന്നത് തന്നെ നല്ല വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഗേറ്റ് വെച്ചിട്ടുണ്ട്, ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ വലിയൊരു ഹാളാണ് കേട്ടോ. അതിൻ്റെ നേരെ തന്നെ ബാത്റൂം ഉണ്ട്, വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ കിച്ചണാണ്. കബോർഡൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. മുകളിലും താഴെയും കബോർഡ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഒരു ഡോറും ഉണ്ട്. അതൊന്ന് തുറക്കാൻ പറ്റിയില്ല, നമുക്കത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ 2 വലിയ ബെഡ്റൂമാണുള്ളത്. അവിടെ അലമാരയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂം ഉള്ളതാണ്. നമ്മളെപ്പോലെ ഒരു സാധാരണ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു വീടാണ് കേട്ടോ. റൂമുകളിലൊക്കെ ആവശ്യത്തിന് ജനലും ഒക്കെ ഉണ്ട്. ഞാനിത് കഴിഞ്ഞ മാസം പോയതാണ് കേട്ടോ, വിഷുവിൻ്റെ ടൈം ആയിരുന്നപ്പോൾ. ആ സമയത്തൊക്കെ അവിടെ പണികൾ നടക്കുമായിരുന്നു ഓരോ വീട്ടിലും. അതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഒന്നാമത് ലോറിയും അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും കൂടിയായിരുന്നു. ഞാൻ ഇതുവരെ എടുത്ത വീഡിയോകളിൽ എഡിറ്റ് ചെയ്യാതെ കാണിക്കണം എന്ന് വിചാരിച്ച ഒരു വീഡിയോ ഇതായിരുന്നു കേട്ടോ. ഇതുവരെ വാർത്തകളിലൂടെ മാത്രമാണല്ലോ നമ്മൾ ഈ ദുരിതം അനുഭവിച്ചവരെ പറ്റി കേട്ടിരുന്നതൊക്കെ. അങ്ങനെയുള്ളവരെ നേരിട്ട് കാണാൻ പറ്റുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിരുന്നതേ ഇല്ല. അതായത് ഈ ദുരിതം നേരിട്ട് അനുഭവിച്ച 2 ചേച്ചിമാരെ നമ്മളവിടെ കണ്ടു കേട്ടോ. ഈ വീട്ടിൽ തന്നെ ഈ സ്പൈസസ്, ചായപ്പൊടി, കാപ്പിപ്പൊടി ഒക്കെ വിൽക്കാൻ വന്നതാണ്. വയനാട്ടിലുള്ള നല്ല പൊടികളൊക്കെ വാങ്ങി അവർ ലേബൽ ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. 2 പേരും 2 തരത്തിലാണ് ദുഃഖം അനുഭവിക്കുന്നത്. ഒരാൾക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള എല്ലാവരും പോയി, ഒരാൾക്ക് അവരുടെ സ്വത്തും സ്ഥലവും സ്വർണവും അങ്ങനെ കുറേ കാര്യങ്ങൾ പോയി. പക്ഷേ കൂടപ്പിറപ്പുകൾ ആരും പോയില്ല. എന്നാലും നമുക്കിത് കേൾക്കുമ്പോൾ, ഇതുവരെ അങ്ങനെ നേരിട്ട് അനുഭവം കേട്ടിട്ടില്ലാത്ത നമ്മളെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് ഉണ്ടാകുന്നത് കേട്ടോ. ചില സമയത്തെങ്കിലും മനുഷ്യർ എത്ര ചെറുതാണ് എന്നൊന്ന് ചിന്തിപ്പിക്കുകയും കൂടെ ചെയ്യില്ലേ ഇങ്ങനെയൊക്കെ വാർത്തകൾ കാണുമ്പോൾ. മുകളിലേക്ക് ഒരു നിലയും കൂടെ പണിയാവുന്ന രീതിയിലാണ് വീടുകൾ പണിതിട്ടുള്ളത്. ഇത് ആളുകളുടെ തിരക്ക് കണ്ടോ, എല്ലാവരും വന്നും പോയി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു വൈകുന്നേര സമയമായപ്പോഴാണ് എത്തിയത്. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും തിരക്ക് കുറവെന്ന് തോന്നുന്നു. കുറേ പേര് വന്ന് പോയി കഴിഞ്ഞു. ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോഴാണ് വീടുകളെല്ലാം ഇങ്ങനെ കാണാൻ പറ്റുന്നത്. റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്കിങ്ങനെ വീടുകൾ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാ വീടുകളും ഒരേ മോഡൽ ആയതുകൊണ്ട് തന്നെ ഒറ്റ വീട്ടിൽ നമുക്ക് കയറിയാൽ മതി. ഇതാ ഇവിടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ചേച്ചിയൊക്കെ ഇതിന് മുന്നേ വന്നപ്പോൾ ഇതിൽ പൂവുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ചിലപ്പോൾ പൂവൊന്നും കണ്ടില്ല. പിന്നെ വെയിൽ സമയത്താണ് നമ്മൾ പോയതെന്നുള്ളത് കൊണ്ട് തന്നെ നല്ല പൊടിയാണ് കേട്ടോ അവിടെ എല്ലാം. പിന്നെ വണ്ടികളെല്ലാം എപ്പോഴും കയറി ഇറങ്ങുകയും കൂടെ ചെയ്യല്ലേ. പിന്നെ നമ്മളധികം മുമ്പോട്ട് നടന്നു പോയില്ല കേട്ടോ. അങ്ങനെ ആ റോഡ് വഴി മേള് വരെ നടക്കാം. അവിടെ പാർക്കൊക്കെ ഉണ്ട്. എല്ലായിടത്തും പണികൾ നടക്കുമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് നമ്മൾ ദൂരേക്കൊന്നും പോയില്ല. 1-2 വീട്ടിൽ ആദ്യം കയറിയിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ 2 സൈഡിൽ കൂടെയും ഈ ടൗൺഷിപ്പിലേക്ക് വരാമെന്ന്. നമ്മൾ കയറി വന്ന സൈഡിൽ കൂടെ അല്ല ഇപ്പോൾ തിരിച്ചു പോകുന്നത്. കാരണം ഇതിങ്ങ അറ്റം വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആദ്യം സംസാരിച്ച 2 ചേച്ചിമാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരാളുടെ വീട് ഇങ്ങേ അറ്റത്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എവിടം വരെ ഉണ്ടെന്ന് അറിയാനാണ് ഞങ്ങൾ കാറിൽ ഈ സൈഡ് വഴി വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങേ അറ്റം വരെ ഉണ്ട്, ഈ റോഡ് വരെയാണുള്ളത്. പിന്നെ നമ്മൾ താമരശ്ശേരി ചുരം ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ ഒരു ചുരത്തിൻ്റെ അവിടെ നിന്നിട്ട് താഴേക്ക് നോക്കുകയാണ്. നല്ല വ്യൂ ആണ്. ഇവിടെ ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. എനിക്ക് പക്ഷേ അധികം നേരം നിൽക്കാൻ പേടിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി. നമ്മൾ വിചാരിച്ചത് നല്ല ബ്ലോക്ക് ആയിരിക്കുന്ന കേട്ടോ. പക്ഷെ അത്രയും ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വന്നവരൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റേ ചെയ്ത് വയനാടൊക്കെ കാണാൻ വേണ്ടി നിൽക്കുമായിരിക്കും. നമ്മൾ മാത്രമായിരിക്കും 1 ഡേ ട്രിപ്പായിട്ട് പോയിട്ട് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അധികം ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങ് ഇറങ്ങി. പകലധികം ഫുഡൊന്നും കഴിക്കാതിരുന്നതുകൊണ്ട് എല്ലാവർക്കും വിശപ്പായി. എങ്കിൽ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാ. പക്ഷെ അവിടെ ചായ ഇല്ല, പകരം ജ്യൂസാണുള്ളത്.
എങ്കിൽ പിന്നെ ഉള്ളതാവട്ടെ എന്ന് കരുതി ജ്യൂസും കുടിച്ച് സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. അപ്പോഴാണ് വിഷു ആയല്ലോ, മക്കൾക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അവർക്കുള്ള ഡ്രസ്സും കൂടെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.